മെയ് 4-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. UDF നല്ല രീതിയിൽ വിജയിച്ചു. 10 ദിവസത്തിനപ്പുറം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സത്യപ്രതിജ്ഞയും നടന്നു. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ജനം സത്യപ്രതിജ്ഞയ്ക്ക് എത്തി. മുഖ്യമന്ത്രിയായി VD സതീശനും മന്ത്രിസഭയിലെ അംഗങ്ങളായി മറ്റുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വൻ ആർപ്പുവിളികളായിരുന്നു. എന്നാൽ ആ ദിവസത്തെ ശ്രദ്ധാകേന്ദ്രം ഇവരാരുമായിരുന്നില്ല. രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ DK ശിവകുമാറോ ഒന്നുമായിരുന്നില്ല അന്നത്തെ താരം. അന്നത്തെ താരമെന്ന് സോഷ്യൽ മീഡിയ വാഴ്ത്തുന്നത് മറ്റൊരാളെയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ക്യാമറ കണ്ണുകൾ ഉടക്കിയത് ആ മുഖത്തായിരുന്നു. സത്യപ്രതിജ്ഞാ ഫയലുകൾ കൈമാറിക്കൊണ്ട് വേദിയിൽ സജീവമായിരുന്ന ഡോക്ടർ K വാസുകി IAS. സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലാകെ വാസുകിയുടെ ദൃശ്യങ്ങളും വലിയ രീതിയിൽ തരംഗമായി. വാസുകിയെ അറിയാത്ത ചിലരെങ്കിലും ആരാണ് എന്നറിയാൻ ഗൂഗിളിൽ പരതിയിട്ടുമുണ്ട്. പക്ഷേ വാസുകിയെ അറിയാവുന്നവർക്ക് ഓർമ്മയുണ്ടാകും, തിരുവനന്തപുരത്ത് വാസുകിയുടെ ആദ്യ വരവല്ല ഇതെന്ന്. 2017-ൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്നു. വെറുമൊരു ഔദ്യോഗിക സാന്നിധ്യത്തിനപ്പുറം കേരളത്തിന്റെ ഭരണ ദുരന്ത നിവാരണ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ K വാസുകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ വാസുകി കഴിഞ്ഞ ദിവസമാണ് ഗവർണറുടെ സെക്രട്ടറിയായി ചുമതലയേറ്റത്. ഈ ഔദ്യോഗിക പദവിയുടെ ഭാഗമായാണ് അവർ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിയന്ത്രിക്കാൻ മുന്നിലെത്തിയത്. പുതിയ മുഖ്യമന്ത്രിക്കും മറ്റംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഗവർണറായിരുന്നു. സ്വാഭാവികമായും ഗവർണറുടെ സെക്രട്ടറിക്കായിരുന്നു ഫയലുകൾ കൈമാറാനുള്ള ചുമതല. അതുകൊണ്ടാണ് ചടങ്ങിൽ വാസുകി നിറസാന്നിധ്യമായത്. പക്ഷേ വാസുകി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിളങ്ങി നിന്നപ്പോൾ പലരും ഇതിനു പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് വരെ ചിന്തിച്ചിരുന്നു. അതിന് കാരണവുമുണ്ട്. പിണറായി സർക്കാരിൽ കോൺഗ്രസിന്റെ അന്തരിച്ച മുതിർന്ന നേതാവും മുൻ സ്പീക്കറുമായിരുന്ന G കാർത്തികേയന്റെ മകനും മുൻ MLA-യുമായ KS ശബരിനാഥന്റെ ഭാര്യ ദിവ്യ S അയ്യർക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് പിണറായി വിജയന്റെ കടുത്ത വിശ്വസ്തരുടെ പട്ടികയിലായിരുന്നു ഡോക്ടർ ദിവ്യ S അയ്യർ. പത്തനംതിട്ട കളക്ടർ പദവിയിൽ നിന്നും അവരെ മാറ്റിയ ഉടൻ തന്നെ പിണറായി വിജയൻ നേരിട്ടിടപെട്ടാണ് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തലപ്പത്തേക്ക് ദിവ്യയെ നിയമിച്ചത്. വിഴിഞ്ഞം പദ്ധതിയുടെ നിർണായക ഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയന്റെ ദൃഢനിശ്ചയത്തെയും ഭരണശൈലിയെയും പരസ്യമായി പുകഴ്ത്തി ദിവ്യ രംഗത്തെത്തിയത് കോൺഗ്രസുകാരെ പോലും ചൊടിപ്പിച്ചതാണ്. പൊതുവേദികളിലും അഭിമുഖങ്ങളിലും പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിക്കുകയും തനിക്ക് ഏറെ ആരാധന തോന്നിയ ഭരണാധികാരിയാണ് അദ്ദേഹമെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ദിവ്യ. എന്നാൽ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുൻപന്തിയിൽ തന്നെ ദിവ്യ S അയ്യർ എത്തുകയും ചെയ്തു. ഇത് കോൺഗ്രസിലെ ചില നേതാക്കളുടെ വിമിഷ്ടത്തിനും കാരണമാക്കി. ഇതോടെയാണ് നിലവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ ദിവ്യ S അയ്യരെ ഒതുക്കാൻ വാസുകിയെ സതീശൻ നിർണായക പദവിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പലരും ചിന്തിക്കാൻ കാരണമായത്. 2016-ൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഹരിത കേരളം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഇതേ വാസുകിയായിരുന്നു. ചെന്നൈ സ്വദേശിയായ വാസുകി ഒരു ഡോക്ടർ ജോലി ഉപേക്ഷിച്ചാണ് 2008-ൽ സിവിൽ സർവീസിലേക്ക് എത്തിയത്. ജനങ്ങളെ സേവിക്കാൻ ഒരു ഡോക്ടറേക്കാൾ കൂടുതൽ അവസരം IAS ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുമെന്ന തിരിച്ചറിവ് അവരെ ഭരണരംഗത്തേക്ക് എത്തിച്ചു. ചെന്നൈയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് മെഡിസിൻ പഠനത്തിന് ശേഷം സിവിൽ സർവീസിലേക്ക് എത്തിയ വനിതയാണ് ഡോക്ടർ വാസുകി. ഡോക്ടറായാൽ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നിയത് കൊണ്ടാണ് MBBS-ന് ചേർന്നത് എന്ന് ഒരിക്കൽ വാസുകി പറഞ്ഞിട്ടുണ്ട്. മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS നേടി ഡോക്ടറായി. എന്നാൽ പിന്നീട് മനസ്സിലായി ഡോക്ടറെക്കാളും ഒരു IAS ഓഫീസർക്ക് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ സിവിൽ സർവീസിലേക്ക് എത്തിയെന്നും വാസുകി പറഞ്ഞിരുന്നു. ആദ്യം മധ്യപ്രദേശ് കേഡറിലായിരുന്ന ഇവർ ഭർത്താവ് ഡോക്ടർ S കാർത്തികേയൻ സിവിൽ സർവീസിലേക്ക് എത്തിയതോടെ 2013-ൽ കേരള കേഡറിലേക്ക് മാറുകയായിരുന്നു. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന വാസുകി IAS തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരിക്കെ നടത്തിയ സേവനങ്ങൾ മറക്കാനാകാത്തതായിരുന്നു. 2018-ലെ മഹാപ്രളയകാലത്ത് തലസ്ഥാന ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കളക്ഷൻ സെന്ററുകളും രാപ്പകലില്ലാതെ ഏകോപിപ്പിച്ച് ജനങ്ങളുടെ വലിയ ജനപ്രീതി ഇവർ പിടിച്ചുപറ്റിയിരുന്നു. ദുരിതബാധിതർക്ക് സാന്ത്വനമേകാനായി നടത്തിയ സംഗീത പരിപാടിയിലെ വാസുകിയുടെ പ്രസംഗം ഏറെ കയ്യടി നേടുകയും ചെയ്തതാണ്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ ഒരാളെ പോലും ഒഴിവാക്കാതെയായിരുന്നു വാസുകിയുടെ പ്രസംഗം. പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിറഞ്ഞ ഹർഷാരവുമായിരുന്നു അവർക്ക്. തമിഴ് കലർന്ന മലയാളത്തിലായിരുന്നു പ്രസംഗം. ഗായിക KS ചിത്ര, ശശി തരൂർ MP, മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും
ആ വേദിയിൽ ഉണ്ടായിരുന്നു. എന്ത് വെല്ലുവിളി വന്നാലും നേരിടാൻ സാധിക്കുമെന്ന് കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും അപ്പോൾ കേരളത്തിന് വേണ്ടി ഒരു ഓപ്പോട് എന്നും വാസുകി പറഞ്ഞത് സദസ്സിനെ ഇളക്കിമറിച്ചത് ഇന്നും ആരും മറന്നു കാണില്ല. ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് നിങ്ങൾ എല്ലാവരോടുമാണ് എന്നും വാസുകി സദസ്സിനെ നോക്കി അന്ന് പറഞ്ഞിരുന്നു.